എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിലുള്ള സൈൻ വേവ് ഇൻവെർട്ടറിനെ കുറിച്ച് തന്നെയാണ്. എല്ലാവരും അവസാനം വരെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ള 1000 വാട്ടിൻ്റെ മദർ ബോർഡും 2750 വാട്ടിൻ്റെ മദർ ബോർഡും അസംബിൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടുള്ള വീഡിയോകളായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു തുടർഭാഗമെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു 4000 വാട്ട് ലോഡ് ചെയ്യാവുന്ന ഒരു മദർ ബോർഡാണ് നമ്മളിവിടെ അസംബിൾ ചെയ്തെടുക്കുന്നത്. അതായത് ഒരു പ്രിൻറ്റഡ് സർക്യൂട്ട് PCBയിൽ A to Z കമ്പോണൻസ് വാങ്ങി അസംബിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങളിത് അസംബിൾ ചെയ്തെടുക്കുമ്പോൾ ഏറ്റവും കൂടിയ കമ്പോണൻസുകൾ തന്നെ വാങ്ങുക. റെസിസ്റ്ററുകളൊക്കെ MF റെസിസ്റ്ററുകൾ തന്നെ വാങ്ങുക. കപ്പാസിറ്ററുകളൊക്കെ നല്ല ക്വാളിറ്റിയുള്ള കപ്പാസിറ്ററുകൾ തന്നെ വാങ്ങുക. അതേപോലെ ഇതിലുപയോഗിക്കുന്ന മോസ്ഫെറ്റ് ആംബിയർ കൂടിയതും വോൾട്ട് കൂടിയതൊക്കെ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയുമെങ്കിൽ അത് തന്നെ ഉപയോഗിക്കുക. ഞാനിപ്പോൾ എൻ്റെ കയ്യിലുള്ള കമ്പോണൻസുകളൊക്കെ വെച്ച് തന്നെയാണ് ഇവിടെ അസംബിൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ലെങ്ത് കൂടിയതുകൊണ്ട് 2 ഭാഗങ്ങളായിട്ടാണ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യുന്നത്. ഈ വീഡിയോ എന്നല്ല, നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഈ സൈൻ വേവ് ഇൻവെർട്ടറിൻ്റെ ബോർഡ് അസംബ്ലിങ് 2 ഭാഗങ്ങളായിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആദ്യ ഭാഗമാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ 2ാം ഭാഗവും കാണുക. അതല്ല, നിങ്ങൾ 2ാം ഭാഗമാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ ആദ്യ ഭാഗം കയറി കണ്ടതിന് ശേഷം മാത്രമേ 2ാം ഭാഗം കാണാൻ പാടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഈ ബോർഡിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയുന്നില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. അതിനു മുമ്പായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമാണെങ്കിലോ ഇഷ്ടമാണെങ്കിലോ ലൈക്ക് ചെയ്യുകയും എത്രയും വേഗം മറ്റുള്ളവരിലോട്ട് ഷെയർ ചെയ്യുകയും കൂടാതെ ഞാനിടുന്ന വ്യത്യസ്തമായിട്ടുള്ള ടെക്നിക്കൽ വീഡിയോകൾ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുന്നതിനായി താഴെയുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്ന് കൂടി അഭ്യർത്ഥിക്കുന്നു. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നിങ്ങളെ കാണുന്നതാണ് PCB4 4 kV ആൻഡ് 5 kV DSP സൈൻ വേവ് ഇൻവെർട്ടർ. അപ്പോൾ നമ്മൾ ഇതിലാണ് 4 kVയും 5 kVയും ചെയ്യാൻ ഈ ഒറ്റ ബോർഡ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ 4 kVക്കും 5 kVക്കും വരുന്ന വ്യത്യാസം മോസ്ഫെറ്റ് മാത്രമേ ഉള്ളൂ. 4 kV 5 kV ചെയ്യുന്നുണ്ടെങ്കിൽ മോസ്ഫെറ്റ് മാത്രം ചേഞ്ച് ചെയ്തിടുക, അല്ലെങ്കിൽ 4 kV ചെയ്തിട്ട് നമുക്കത് 5 kV ആക്കുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മോസ്ഫെറ്റ് ചേഞ്ച് ചെയ്തിടുക. അപ്പോൾ ഓൾറെഡി നമ്മുടെ PCBയിൽ കാണുന്ന ഒരു പ്രിൻ്റ് ലേഔട്ടാണ് നിങ്ങളീ കാണുന്നത്. ആ PCBയിൽ കാണുന്ന പ്രിൻ്റ് ലേഔട്ടിൽ നിന്നും കുറച്ച് വ്യത്യാസങ്ങളാണ് ഞാനിതിൽ വരുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങളത് ഒന്ന് കൃത്യമായിട്ട് നോക്കുക. PCBയിൽ ചെയ്തിരിക്കുന്നത് പോലെ തന്നെ കമ്പോണൻസുകൾ ഇടാൻ നോക്കിയാൽ കുറച്ചു സംശയങ്ങളും തോന്നും. അതേപോലെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയത് ചെയ്തില്ലെങ്കിൽ ആ PCB കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നതല്ല. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇവിടെ ഒരു വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അതായത് ഇവിടെ IN 4007 എന്ന ഡയോഡ് 1 2 3 4 5 ഡയോഡ് ഉണ്ട്. അതിന് പകരം ഞാൻ ഒരു ഡയോഡാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള ഡയോഡ്, ഈ 5 ഡയോഡ് സീരിയസ് ആയിട്ട് ഇങ്ങനെ വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കിവിടെ 5 ഡയോഡിൻ്റെ ആവശ്യമില്ലാത്തത് കൊണ്ടാണ് ഒരു ഡയോഡ് ഇട്ടത്. ബാക്കി ആ സീരീസ് വന്നിരിക്കുന്നിടത്ത് ജമ്പർ ഇട്ട് കൊടുത്തിരിക്കുന്നു. ഇത് 5 ഡയോഡുകളിൽ 4 ഡയോഡ് നേരിട്ട് ജമ്പർ ഇട്ടാലും മതി. ഇതില്ലെങ്കിൽ ഒരു ലൈൻ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം. ഞാൻ ഇവിടെ ബ്ലാക്ക് പെൻ കൊണ്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതേപോലെ ഈ അരികത്ത് കാണുന്നു, അതായത് ബോർഡിൻ്റെ ഈ എൻഡിൽ നിന്നും ഇപ്പുറത്തെ ഭാഗത്ത് കാണുന്ന ഒരു ഡയോഡ് ഇട്ട ശേഷം ബാക്കി കാണുന്ന 4 ഡയോഡുകളിൽ നടുക്കത്തെ 2 ഡയോഡ് വിട്ട ശേഷം ബാക്കി 2 ഡയോഡ് ജമ്പർ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അത് സീരിയസ് ആയിട്ട് തന്നെ പ്രവർത്തിച്ചോളൂ. പിന്നെ ഇവിടെ അഡ്ജസ്റ്റ് എന്നായിരിക്കും കാണുന്നത്. അഡ്ജസ്റ്റ് എന്നിടത്ത് 48 വോൾട്ടാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോൾ 48 വോൾട്ടിനാണെങ്കിൽ നിങ്ങൾ ഇവിടെ 200K റെസിസ്റ്റർ ഇവിടെ ഇടണം. അപ്പോൾ അതേപോലെ 200Kയുടെ താഴത്തെ ഒരു ജമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ജമ്പറിന് പകരം ഈ IN 4007 എന്ന ഡയോഡ് തന്നെ ഇവിടെ ഇടുക. നമ്മുടെ പിക്ക് ICയുടെ വലതുവശത്ത് കാണുന്ന റെസിസ്റ്ററാണ് മാറ്റം വരുത്തിയിരിക്കുന്നത്. അവിടെ അഡ്ജസ്റ്റ് എന്നാണ് കാണുന്നത്. അഡ്ജസ്റ്റ് എന്നുള്ളിടത്ത് 18K ഇടുക. ഈ സോളാറിൻ്റെ സോക്കറ്റ് വരുന്ന നേരെ തൊട്ടടുത്ത് 10K റെസിസ്റ്ററാണ് ഇവിടെ ഇട്ടേക്കുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് 22K റെസിസ്റ്ററാക്കി ഇടുക. ബാക്കിയുള്ളതൊക്കെ വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ അത് നോക്കിയിട്ട് ഇടുക. ആദ്യമായിട്ട് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഈ ജമ്പറുകളാണ് ആദ്യം ഇടേണ്ടത്. ഓരോ പാർട്ടും ഇട്ട ശേഷം സോൾഡർ ചെയ്ത് പോകുക. അപ്പോൾ ജമ്പർ ഇട്ട ശേഷം ഡയോഡാണ് ഇടേണ്ടത്. അപ്പോൾ ചെറുതിന്ന് വലുതിലോട്ട് പോവുക. ഡയോഡ് ഇട്ട ശേഷമാണ് റെസിസ്റ്ററുകൾ A to Z റെസിസ്റ്ററുകൾ ഇട്ടിട്ട് ശേഷം അതേപോലെ ഓരോന്നായിട്ട് സോൾഡർ ചെയ്ത് തീർത്ത് പോവുക. ഈ കാണുന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന PCB. അതായത് 4 kVയും 5 kVയും ഒറ്റ PCBയിലാണ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ പാർട്സ് ലിസ്റ്റ് ഒന്ന് നോക്കാം. ജമ്പർ ഇട്ട ശേഷം ഇടാൻ പോകുന്ന ഡയോഡ് BA 159 2 IN 4007 2 UF 4007 6 സെനർ 2.7 2 സെനർ 9.1 4 IN
4148 4 അതിനുശേഷം വരുന്നത് റെസിസ്റ്ററാണ്, MF റെസിസ്റ്ററാണ്. അപ്പോൾ നമ്മൾ ഷോർട്ടായിട്ട് MFR എന്ന് പറയുന്നു. അപ്പോൾ അതിൽ 22 അതിൽ 22 ഓം ആണ് 17 47K 5 22K 5 4K7 7 6K8 2 4E7 2 വാട്ട് 1 470 ഓം 11 220K 1 വാട്ട് 1 220K 2 വാട്ട് 1 480K 12 1K 6 1 ഓംസ് 2 2K2 8 12K 2 10K 23 100K 4 820 ഓംസ് 1 18K 1 അതേപോലെ 4E7 1 വാട്ട് 2. അപ്പോൾ ഇനി നമുക്ക് ജമ്പറുകൾ ഇട്ട ശേഷം ഡയോഡുകളും കൂടാതെ MF റെസിസ്റ്ററുകൾ ഇടാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾ ഓരോ കമ്പോണന്റും ഇടുമ്പോൾ ടിക്ക് ചെയ്ത് പോകുക. കാരണം അത് കൺഫ്യൂഷൻ വരാതിരിക്കാനാണ് ടിക്ക് ചെയ്ത് പോകാൻ പറഞ്ഞത്. നമുക്കപ്പോൾ A to Z സ്പെയർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതേപോലെ ഒരേ വര ഇങ്ങനെ ഇട്ടിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് ആയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതേപോലെ ഓരോ കമ്പോണന്റും നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് പോകണമെന്ന് പറയുന്നത്, ഇല്ലെങ്കിൽ അവസാനം നിങ്ങൾക്ക് ഈ ബോർഡിൽ ഫുൾ കൺഫ്യൂഷൻ ആയിരിക്കുള്ളൂ. ഫുൾ എറർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ A to Z നിങ്ങൾ വീണ്ടും പരിശോധിക്കേണ്ടി വരും. അപ്പോൾ ആദ്യം തന്നെ നമ്മളിത് ചെയ്യുകയാണെങ്കിൽ പിന്നെ ഒരു പ്രശ്നവും വരില്ല. സിമ്പിളായിട്ട് ബോർഡ് ഓൺ ആവുന്നതാണ്.
അടുത്തതായിട്ട് നമ്മൾ ഇടാൻ പോകുന്നത് ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്റർ, ഡിസ്ക് കപ്പാസിറ്റർ അല്ലെങ്കിൽ ബോക്സ് കപ്പാസിറ്റർ. ഇപ്പോൾ ഇലക്ട്രോലൈറ്റിക് കപ്പാസിറ്ററിൽ വരുന്നത് 47 MF 25 വോൾട്ട് രണ്ടെണ്ണം, 220 MF 25 വോൾട്ട് രണ്ടെണ്ണം, 470 MF 50 വോൾട്ട് ഒരെണ്ണം. അത് നമുക്ക് 50 വോൾട്ടിൽ ഇല്ലാത്ത പകരം 63 വോൾട്ടാണ് ഇടുന്നത്. 2200 MF 63 വോൾട്ട് 6 എണ്ണം, 1 MF 350 വോൾട്ട് ഒരെണ്ണം, 4.7 MF 25 വോൾട്ട് രണ്ടെണ്ണം. ബോക്സ് കപ്പാസിറ്റർ അല്ലെങ്കിൽ ഡിസ്ക് കപ്പാസിറ്റർ ഇടുക. 104 10 എണ്ണം, 102 ഒരെണ്ണം, 15 PF രണ്ടെണ്ണം, 105 61 വോൾട്ട് ഒരെണ്ണം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ പോകുന്നത് അടുത്തതായിട്ട് IC ബേസ് ആണ് ഇടുന്നത്. 8 ലെഗിന്റെ IC ബേസ് 5 എണ്ണം, 14 ലെഗിന്റെ IC ബേസ് ഒരെണ്ണം, 28 ലെഗിന്റെ IC ബേസ് ഒരെണ്ണം. അടുത്തതായിട്ട് ടാഗുകളാണ് ഇടാൻ പോകുന്നത്. അതായത് ന്യൂട്രൽ വയർ കണക്ട് ചെയ്യാനായിട്ട് കോമൺ ന്യൂട്രലും TR ന്യൂട്രലും കണക്ട് ചെയ്യാനുള്ള 2 ടാഗുകൾ, അതേപോലെ നെഗറ്റീവ് വയർ കണക്ട് ചെയ്യാനുള്ള ഒരു ടാഗ്, പിന്നെ LCD കണക്ട് ചെയ്യാനുള്ള RMC വയർ, LCD കണക്ട് ചെയ്യാനുള്ള 6 പിൻ RMC മെയിൽ പിന്ന്, സ്വിച്ച് കണക്ട് ചെയ്യാനുള്ള 5 പിന്ന് RMC പിന്ന്, ഫാനും സോളാറും കണക്ട് ചെയ്യാനുള്ള 2 പിൻ RMC പിന്ന്, കൂടാതെ 7805 എന്ന റെഗുലേറ്റർ ICയും അതിൻ്റെ ഹീറ്റ് സിങ്കും, പിന്നെ ക്രിസ്റ്റലാണ് 6.144, അതായത് ക്രിസ്റ്റൽ ഓസിലേറ്റർ ആണ് ഒരെണ്ണം. അടുത്തതായിട്ട് ട്രാൻസിസ്റ്റർ ആണ് BC 337 രണ്ടെണ്ണം, BC 547 ഒരെണ്ണം, BC 557 രണ്ടെണ്ണം. അടുത്തതായിട്ട് ICകളാണ് നമ്മൾ ഇടാൻ പോകുന്നത്. TPL 350 അല്ലെങ്കിൽ 250 4 നമ്പേഴ്സ്, LM 324 ഒരെണ്ണം, LM 311 ഒരെണ്ണം. പ്രോഗ്രാം ചെയ്ത പിക്ക് IC 30F 2010 ഒരെണ്ണം. അടുത്തതായിട്ട് മോസ്ഫെറ്റ് ഫിറ്റ് ചെയ്യാനുള്ള ഹീറ്റ് സിങ്കും മോസ്ഫെറ്റുമാണ് ഫിറ്റ്. അടുത്തതായിട്ട് ബോർഡ് റിലേയും 20 ആംപിയറിൻ്റെ CTയുമാണ്. ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി. ഇങ്ങനെയാണ് ഒരു 4000 വാട്ട് ലോഡ് ചെയ്യാവുന്ന മദർ ബോർഡ് അസംബിൾ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒന്നാമത്തെ ഭാഗമാണിത്. അപ്പോൾ ഇതിൻ്റെ രണ്ടാം ഭാഗവും നിങ്ങൾ കയറി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഈ വീഡിയോയുടെ അവസാനം തന്നെ ഇതിൻ്റെ രണ്ടാം പാർട്ടിൻ്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ അതുകൂടി കയറി കാണുക. അല്ലെങ്കിൽ നിങ്ങൾ രണ്ടാം ഭാഗമാണ് കാണുന്നതെങ്കിൽ ഇതിൻ്റെ ഒന്നാം ഭാഗം കണ്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെ രണ്ടാം ഭാഗം കാണാൻ പാടുള്ളൂ. എന്നാലേ നിങ്ങൾക്കിതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയ ലഭിക്കുകയുള്ളൂ. അതായത് അസംബിൾ ചെയ്യുന്നതിന് യാതൊരു സംശയം കൂടാതെ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 1ഉം 2ഉം ഭാഗങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടൊന്ന് പഠിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് ഇതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഐഡിയയും കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിതിൻ്റെ രണ്ടാം ഭാഗത്തിൽ കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ നന്ദി, നമസ്കാരം.